ശരിക്കും ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരേ കാര്യം തന്നെ ഡിസ്കസ് ചെയ്യായിരുന്നു. മനോജേട്ടന് ശബ്ദമായാലും മനോജേട്ടൻ പാടുന്ന രീതി ആയാലും മനോജേട്ടന് പാട്ടുകളെ കുറിച്ചുള്ള എന്താ പറയാ വിവരം വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം കൊണ്ടും ചേട്ടൻ ശരിക്കും ഒരു ഫുൾ ടൈം ഗായകനാവേണ്ടതായിരുന്നു. അത് പക്ഷെ ഓഫ് കോഴ്സ് ചേട്ടനെ എല്ലാവരും അറിയുന്നത് ഒരു ആക്ടറായിട്ടാണ്. പക്ഷെ ഞാൻ വീണ്ടും കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ചേട്ടന് എന്തെങ്കിലും രീതിയിൽ പാട്ടും കൂടി അതേപോലെ സജീവമാക്കാൻ പറ്റുമെങ്കിൽ ചേട്ടൻ അതിനു വേണ്ടി ശ്രമിക്കണം. അതെ, പറഞ്ഞാൽ മാത്രം ചെയ്യണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ചേട്ടൻ പാടുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു, സാഗര സൗന്ദര്യം, അവിടെ ഒരു സാധനം ചേട്ടൻ പാടി, അത് റെക്കോർഡ് സുരഭില സൂര്യഗണം അത് പാടിയിട്ടുണ്ട്. അത് പലപ്പോഴും ശ്രദ്ധിക്കില്ല പലരും, പക്ഷെ അത് ശ്രദ്ധിക്കാനുള്ള ഒരു കേൾവിയും ചേട്ടനുണ്ട്. അപ്പൊ പിന്നെ വേറെ എന്താ വേണ്ട ഒരു പാട്ടുകാരനാവാനായിട്ട്. എനിക്ക് എന്റെ ആഗ്രഹമാണ് ഈ സംഗീതം. അപ്പൊ എന്തായാലും ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു. സ്റ്റേജിൽ ഒന്നിലും അങ്ങനെ ഒരു വലിയ പാർട്ടിസിപ്പേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, കോളേജിലായാലും സ്കൂളിലായാലും. എങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീം ആക്ടർ ആയതപ്പോ? ദൈവ നിയോഗം എന്ന് വേണം പറയാം. എൻ്റെ ഈ മനസ്സിലുള്ള ആഗ്രഹം വീട്ടിൽ പറയുന്നതിന് എപ്പോഴാണ് ഇങ്ങനെ ആക്ടർ ആവാനാണ് ആഗ്രഹം എന്ന്, അങ്ങനെ അത് വാതർന്നുപോലും അതുപോലും പറയുന്ന ആളല്ല ഞാൻ. മനസ്സിലെല്ലാം ഒളിപ്പിച്ചു നോക്കും. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്താണ് എക്സ്പീരിയൻസ്, നാടകത്തിലൊക്കെ അഭിനയിക്കാറ്? നാടകത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? എൻ്റെ കണ്ണാടിക്ക് മുമ്പുള്ള അഭിനയം മാത്രമേ ഉള്ളൂ. കണ്ണാടിക്ക് മുമ്പ് ഡോറും കുറ്റിയിട്ടിട്ട് ഭയങ്കര അഭിനയമാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനെന്തെങ്കിലും ഒരു പ്രാഥമിക വിദ്യാഭ്യാസം വേണമെങ്കിൽ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നുണ്ട്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ നിന്നെ ചേർക്കാം. അങ്ങനെ എന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവന്ന് ചേർക്കുകയും അവിടെ ഞങ്ങൾ കൂട്ടുകാർ കൂടിയുള്ള മറ്റേ ഈ വീഡിയോ പ്രാക്ടിക്കൽസ്, ഒബ്സർവേഷൻ, ഇങ്ങനെ പല പല ക്ലാസ് ഉണ്ട്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതേ സിലബസിൽ. അപ്പോൾ അതിലൂടെയൊക്കെ ആണ്. പിന്നെ ഹോസ്റ്റൽ ജീവിതം എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എന്നിലെ കുറച്ച് ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള അവസ്ഥ മാറി. കുറച്ച് സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ ക്യാമറ അഭിമുഖീകരിക്കാനുള്ള പേടിയൊക്കെ അവിടെ വെച്ചാണ് മാറുന്നത്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്നാൽ പിന്നെ സിനിമയിലേക്ക് കാലുകുത്താം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് സീരിയലിൽ നല്ലൊരു അവസരം കിട്ടി. എൻ്റെ തന്നെ മാഷായിരുന്ന ആദം അയ്യൂബ് സാറിൻ്റെ ഒരു സീരിയൽ ആ കാലത്ത് വളരെ പോപ്പുലർ ആയിരുന്നു. ഞാൻ ആ ഒരു സീരിയലിൻ്റെ ദൂരദർശനിൽ കുമ്പളകൾ എന്നൊരു സീരിയൽ, കുമ്പളകളിലൂടെയാണ് എനിക്ക് സിനിമയിലേക്കുള്ള ഒരു എൻട്രി. അച്ഛൻ ഇത്രയും വലിയൊരു സംഗീതജ്ഞനായിട്ട് മകൻ അതേ വഴിയിൽ പോകണം എന്ന് ഷാഠ്യം പിടിക്കാതെ മകന്റെ ഇഷ്ടം അഭിനയമാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് അതിനെ സമ്മതിച്ചു തന്നെ വലിയൊരു കാര്യമാണ് ശരിക്കും. കലാദേവിയുടെ ഓരോരോ വിഭാഗങ്ങളല്ലേ, അഭിനയവും ചിത്രരചന, പാട്ട്. ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കും കേട്ടോ, ഞാൻ ആകെ ചെയ്തിട്ടുള്ളത് തിരക്കഥ എന്ന് പറഞ്ഞ ഫിലിമിന് വേണ്ടിയിട്ട് ചെറിയൊരു ബിറ്റ്, അതിൻ്റെ ആദ്യം റേഡിയോ ജോക്കി ആയിട്ട് അതിലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയൊരു ഭാഗ്യമുള്ളൂ. അന്ന് ഞാൻ പോയി പെട്ട പാടെ എനിക്കേ അറിയുള്ളൂ ശരിക്കും. ഡബിങ്ങും ഞാൻ ചെയ്തു, അഭിനയിച്ചു. ഒരു ആക്ട്രസ് ആണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ആക്ട്രസേ അല്ല, അത് കണ്ടറിയും ആക്ട്രസേ അല്ല. അപ്പൊ ഞാനിങ്ങനെ ഒരു രണ്ടും കൽപ്പിച്ചൊരു ധൈര്യത്തിൽ അങ്ങ് പോയി ചെയ്തതാ. പക്ഷെ അപ്പോഴാണ് ശരിക്കും ഞാൻ അറിയണത് ഇതിന്റെ. അന്ന് ബാക്കി എല്ലാവരും ഇങ്ങനെ വേറൊരു സിനിമയിൽ വിളിച്ചിട്ടില്ലേ, അനന്തഭദ്രത്തില് മണിയമ്പിള്ള രാജചേട്ടൻ ഇങ്ങനെ സൂചിപ്പിച്ചു. പിന്നെ ഞാനതിങ്ങനെ പതുക്കെ ഒഴിഞ്ഞു. കാരണം അത് അങ്ങനെ നമ്മൾ അഭിനയിച്ച മറ്റേ ആ ഷോട്ടായിരുന്നു. റിയാസിൻ ഇങ്ങനെ നിൽക്കുന്നു, അതിന്റെ തൊട്ട് പറയുന്ന കയറി വരുന്ന ക്യാരക്ടർ. ഇവരെ നോക്കി ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് നിൽക്കും. പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് ഇങ്ങനെയുള്ള വൈബ് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അന്ന് ജോത്സ്യം നിൽക്കായിരുന്നു സ്ഥലം വിട്ട്. അതൊരു പ്രത്യേക കഴിവാട്ടോ ശരിക്കും. ഞാനത് അന്ന് കണ്ട് പഠിച്ചൊരു കാര്യമാണ്. അതോടെ ഞാൻ മനസ്സിലാക്കി. 25 വർഷമായിട്ടോ, ഞാനിപ്പോ 25 വർഷം കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സച്ച് എ ലോങ് ടൈം. 25 വർഷം ശരിക്കും. അയ്യോ, അപ്പൊ അത് ആഘോഷിക്കണില്ലേ? ഇല്ല, ആഘോഷിച്ച് തീർക്കാനുള്ളതല്ലേ, നമ്മൾ ഇങ്ങനെ തുടരാനുള്ളതല്ലേ. പിന്നെ തീർച്ചയായിട്ടും തുടരണം. ഇനി സിൽവറും ഗോൾഡനും പ്ലാറ്റിനും ഒക്കെ വരട്ടെ. ഗോൾഡൻ വരട്ടെ. അതെ.